அதுதான் நீ ஒரு இளைஞரா இருக்கிறனால ஒரு படிச்ச பிள்ளையா இருக்கிறனால கேரளாவில் வந்து ஒரு விழிப்புணர்வோட ചെന്നൈ സൂപ്പർ കിങ്സിന്റെ ബസ് ഈ വീഡിയോകളൊക്കെ കണ്ട നിങ്ങള് ലേ റോയൽ മെറിഡിയൻ ദളപതി വിജയനെ കാണുവാനുള്ള 39ാം ദിവസത്തിലേക്ക് എല്ലാവരും കടന്നിരിക്കുകയാണ്. ഇപ്പോൾ ഉള്ളത് ഇന്നലെ രാത്രി നമുക്ക് എടുത്തുന്ന റൂമിലാണ്. ഇത് നമ്മളിപ്പോൾ വെക്കേറ്റ് ചെയ്യാൻ പോകാം കേട്ടോ. ഇതാണ് നമ്മുടെ ആ ഒരു റൂം. അടിപൊളി റൂമും കാര്യങ്ങളൊക്കെയാണ്. ബാഗൊക്കെ നമ്മൾ സെറ്റ് ചെയ്തു. സമയം ഇപ്പോൾ 11:30 ആയിട്ടോ. രാവിലത്തെ വർക്ക് നല്ല രീതിയിലുണ്ടായിരുന്നു. നിങ്ങൾക്കറിയാമല്ലോ യൂട്യൂബിൽ ഒരു വീഡിയോ എഡിറ്റ് ചെയ്തിരുന്നെങ്കിൽ എത്രത്തോളം ടൈം വേണമെന്ന്. ഇതുണ്ടോ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ചാർജും തീർന്നു. ചാർജും കുത്തിയിട്ടേക്കാണ്. ഓക്കെ സെറ്റ്. ഇവിടുത്തെ ലിഫ്റ്റ് തുറക്കി എന്നിട്ട് ആ സാധനം കൊണ്ട് വലിക്കും. നല്ല വെള്ളം കയറ്റി വലിക്കും. മുകളിൽ നാട്ടെ താഴത്തുനിന്ന് പറഞ്ഞു എന്നിട്ടോ. ആ ഇനി വലിക്കും വരട്ടെ. വരുന്നുണ്ടത്. ആ വലിക്കും. ജി ആന്ന് തോന്നുന്നു. ആവട്ടെ. ഇന്നലെ രാത്രി നമ്മൾ സ്റ്റേ ചെയ്ത ഹോട്ടലില്ലേ, ആ ഹോട്ടലിന്റെ മുൻഭാഗമാട്ടെ ഈ കാണുന്നത്. ഹോട്ടലിന്റെ പേരാണ് ഹോട്ടൽ മൗണ്ട് ഹീറ. അങ്ങനെ പുറത്തിറങ്ങി നല്ല ചൂടുണ്ട് കേട്ടോ പുറത്ത്. ആ കാണുന്ന ബ്രിഡ്ജ് കണ്ടോ, ഫ്ലൈ ഓവർ. അവിടുന്ന് നമുക്ക് ലെഫ്റ്റ് കട്ട് ചെയ്താൽ മതി. നേരെ NH റോഡാണ്. ഫ്ലൈ ഓവറിന്റെ പണി നടക്കുന്ന കേട്ടോ. ഇവിടുത്തെ പോലീസ് സ്റ്റേഷൻ. ഇവിടെ ഫ്ലൈ ഓവർ നല്ല പണി നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല രീതിയിലുള്ള ക്രൗഡും ഇവിടെ ഈ ഭാഗത്ത് ഉണ്ട്. വെയില് തട്ടാതെ പോരാൻ നോക്കുന്നത്, പക്ഷെ വെയില് നല്ല രീതിയിൽ തട്ടും. വലിയ മുല്ലപ്പൂ വയ്ക്കുന്നുണ്ടോ. ഇവിടെ കുറെ പാവങ്ങൾ ഇരിപ്പുണ്ട് കേട്ടോ. ആവേ മരിയ ആലന്തൂർ സെന്റ് ആനീസ് ചർച്ച്. കോയിനെ കൊണ്ടുവന്നുണ്ടോ ബൈക്കാല്? സുക്കുബായി ബിരിയാണി, കരിക്ക്, കരിമ്പ്, അപ്പുറത്തെ തുണിക്കട, ഫ്ലൈ ഓവറിന്റെ പണി. ഇവിടെ ക്രെയിന്. അതിന്റെ ഡ്രൈവറായിട്ട് കയറുന്നോ? പെട്രോൾ സ്റ്റേഷൻ ആട്ടോ കാണുന്നേ. ഹായ്. മീനമ്പക്കം എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നാണ് നമ്മുടെ ഇന്നത്തെ കാൽനട യാത്ര സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇവിടെ കടയുണ്ട്. ഇവിടുന്ന് ഫുഡ് കഴിക്കാം. ഈ ഒരു കടയിൽ നിന്ന് നമ്മള് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാണ്. കല്ലൊന്നും കത്തിച്ചിട്ടില്ല കേട്ടോ. ഇത് രാത്രി കത്തിക്കാൻ വേണ്ടിയിട്ടുള്ള കല്ലാണ്. ഓർഡർ പറഞ്ഞോ? എവിടെ പോവാ? അവിടെ ടേബിളില്ലേ ബാഗ് വെക്കാൻ. എന്താ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ്? ഇഡ്ഡലി സാമ്പാർ ചമ്മന്തി. എങ്ങനെയുണ്ട് ഇഡ്ഡലി? നല്ല എരിവുള്ള ചട്നി. മെട്രോ പോകുന്നുണ്ടോ? ഇവിടെ മെട്രോയുടെ അടിയിലുള്ള ചെറിയ കടയിലാട്ടോ. ഞാനത് കാണാൻ വേണ്ടി കസേര എടുത്ത് ഇവിടെ വന്നിരുന്ന കേട്ടോ. കറക്റ്റ് ടൈം. നമ്മള് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞു. എന്നിട്ട് നമ്മള് ഒരാളുടെ കൂടെ, അതായത് TVKയുടെ മെയിൻ ആയിട്ടുള്ള MLA കൂടെ നിൽക്കുന്ന ആളുടെ കൂടെ നമ്മള് ജ്യൂസ് കുടിക്കാൻ വേണ്ടി വന്നേക്കാം കേട്ടോ. നമുക്ക് പേര് லோகேஷ். நீங்க MLA கூட என்விரான்மெண்டல் விங்ல இருக்கேன். இருக்கு. ஓகே, அதான் உங்களோட போஸ்டிங். பாப்பாவோட பேரு ഗർവി. നമ്മുടെ ഗർവി കുട്ടിയാട്ടോ. കുട്ടി എങ്ങനെ ജ്യൂസ്? ഇതറാ നമ്മുടെ ഫോട്ടോ എടുക്കാട്ടോ. ഓക്കെ, താങ്ക് യു സോ മച്ച്. ശരി ഫോട്ടോ. ഓക്കെ. ഗർവി നമുക്ക് എന്ത് പറയണ്ടല്ലേ, പറയാനൊന്നും കിട്ടുന്നില്ല. ഒരു പ്രത്യേക ഒരു സ്പെഷ്യൽ മൂമെന്റ് ഒക്കെ ഇതൊക്കെ ലൈഫിലോ. വേസ്റ്റും കാര്യങ്ങളൊക്കെ കൂട്ടിയിട്ടേക്കോ കേട്ടോ. ഇവിടെ ഫ്ലൈ ഓവറിന്റെ പണി നടക്കുന്നുണ്ട്. എത്ര ഫ്ലൈ ഓവർ ആണെന്നുണ്ടോ അതൊക്കെ. ഒരു വലിയൊരു സിറ്റി ആട്ടോ. പുതിയൊരു ഫ്ലൈ ഓവറിന്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നു. അവിടെ ഒരു അമ്പലമുണ്ട്. ഒരു പ്രത്യേക ഫീൽ ആട്ടോ. വലിയ രീതിയിലുള്ള ചൂടില്ല, നല്ല കാറ്റുണ്ട്. അവിടെ കണ്ടോ ഊഞ്ഞാല് കെട്ടി ഊഞ്ഞാലിൽ കിടന്ന് ആടിക്കൊണ്ട് കിടന്നുറങ്ങുന്നു. തിരക്കിന് പക്ഷെ ഒരു കുറവില്ല കേട്ടോ. ആ ഒരു ഫ്ലൈ ഓവറിന്റെ അടിയിൽ ഇഷ്ടംപോലെ ആൾക്കാർ താമസിക്കുന്നുണ്ട് കേട്ടോ. അത് ഇവിടെ ഉള്ളവരാണോ പുറത്തുനിന്നുള്ളവരാണോ
പുറത്തുള്ളവരാട്ടോ, ഇവിടെ ഉള്ളവരല്ല. കൊറേ പേര് എന്റെ അടിയിലുണ്ട് കേട്ടോ. അവരുടെ വീടാണത്. സാറേ ഇത് കണ്ണാടി വെച്ചിട്ടുണ്ടല്ലോ. നമ്മുടെ ഗാന്ധിജിക്ക് മാത്രമേ കണ്ണാടി ഉള്ളൂ എന്നാ നമ്മൾ ഓർത്ത് വെച്ചത്. വേറെ ആൾക്കാരും കണ്ണാടി ഉണ്ട് കേട്ടോ. ഒരു ഫ്ലൈ ഓവറിന്റെ പണിയാണ് ഈ നടന്ന് ഇവിടം വരെ എത്തിയത്. ഇഷ്ടംപോലെ ഇവിടെ താഴത്തെ കൂടെ ഫ്ലൈ ഓവർ അല്ലേ? ഫ്ലൈ ഓവർ അല്ല, അതിന്റെ പണി നടക്കുന്നുണ്ട്. അതുണ്ടോ, അത് ഫ്ലൈ ഓവറിന്റെ അല്ല, വേറെ ബിൽഡിങ്ങിന്റെ ആണെന്ന് തോന്നുന്നു. ഇതിന്റെ അടിയിൽ കൂടെ വണ്ടി വരുന്നുണ്ടോ, സിഗ്നൽ വീണു. ഇതാ സിഗ്നൽ കേട്ടോ. സിഗ്നൽ വീണപ്പോ വണ്ടിയൊക്കെ പോയി. ആയിവാ എന്റെ മോനെ എയർ ഇന്ത്യ. ഇവിടെ എന്നാൽ ഇഷ്ടം പോലെ പ്ലെയിൻ ആണ് കേട്ടോ. ഫ്ലൈ ഓവർ നോക്കി എത്ര നോക്കി, തെക്ക് വടക്ക് പടിഞ്ഞാറ് കിഴക്ക് എന്ന് പറയുന്നാലാണ് ഇവിടെ ഫ്ലൈ ഓവർ വെക്കൊണ്ടിരിക്കുന്നത്. മറ്റേ കാലിന്റെ പണി നടക്കുന്നുണ്ടോ. ഈ കാണുന്നത് മാത്രമുള്ള മെട്രോ. ഇത് മുകളിൽ കൂടെ കറങ്ങി പോകാനുള്ള റോഡാണത്. റൗണ്ട് റോഡ് പോലെ അതിന്റെ സ്ട്രീറ്റ് ലൈറ്റും കാര്യങ്ങളൊക്കെ ആട്ടോ ഈ ഇരിക്കുന്നത്. കണ്ടോ, റൗണ്ടില് റോഡ് പോകുന്നുണ്ടോ. അതെ, വണ്ടി വരുന്നുണ്ട്. അതെ കണ്ടോ, അങ്ങനെ റൗണ്ടില് മൊത്തത്തിൽ നല്ല രസമുണ്ട്. അതിന്റെ ഒരു നിരീക്ഷിക്ക് പോകുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ അതാണ്. ഇങ്ങനെ കറങ്ങി വരും. എങ്ങനെയുണ്ട് സിറ്റി? ഞാൻ ഇങ്ങനെ നോക്കുന്നത് പേരടി താഴണില്ല. കാണുന്നില്ല, ഒരാൾ അതിനകത്തോടെ ഉറങ്ങുന്നുണ്ട് ടാക്സിക്കകത്ത്, കാലൊക്കെ പുറത്തിട്ട്. ഈ കാണുന്ന പുല്ല് ഷേക്ക് വയ്യാണ് അവര്. ലേ റോയൽ മെറിഡിയൻ പുലി അതിന്റെ എൻട്രൻസ് അതെ കാണുന്ന. അടിപൊളി. ഇഷ്ടം ഇതേപോലത്തെ എടുക്കാനാ പോണത്. അടുത്തപ്പെട്ടാണ് സ്റ്റേ ചെയ്യാൻ പോകുന്നത്. അല്ല സ്റ്റേ അല്ല, സോറി മാറിക്ക് എടുക്കാൻ കാണുന്നതിന് വാങ്ങിക്കാൻ പോകും. ഓ ഇപ്പൊ അയ്യ നമ്മൾ നടന്നു വരുന്നതിലേക്ക് ഒരു ഫാമിലി നമ്മളെ മീറ്റ് ചെയ്യാൻ വന്നിട്ടോ, പരിചയപ്പെടുത്തി തരാം. ഞങ്ങൾ പേര് സിയമോ. ഇത് അവരുടെ വൈഫാണ്. മാരേജ് മുടിഞ്ഞി ഇപ്പോ 10 ദിവസമായിട്ടുള്ളൂ കേട്ടോ. ரொம்ப സന്തോഷം. നമുക്ക് നിറയെ ആൾക്കാരുടെ നമ്പറൊക്കെ തന്നിട്ടോ, അവരൊക്കെ കോണ്ടാക്ട് ചെയ്ത് നോക്കട്ടെ. താങ്ക് യു. ഓടിക്കുന്ന ആളെ സമ്മതിക്കണം അല്ലേ? താഴത്ത് കൂടെ റെയിൽവേ ട്രാക്ക് കണ്ടോ, ഓപ്പോസിറ്റ് റോഡ്, മുകളില് മെട്രോയുടെ റെയിൽവേ പാലം. നമ്മൾ നടക്കുന്നത് ഫ്ലൈ ഓവറിന്റെ മണ്ടയിൽ കൂടെ. നല്ല രീതിയിലുള്ള തിരക്കുണ്ട് കേട്ടോ. ഇതിലെ നടക്കാൻ പറ്റുന്നതാണ് ഞങ്ങളുടെ ഇന്നത്തെ ഏറ്റവും വലിയ ഭാഗ്യം. സമയം ഇപ്പൊ 1:30 ITC ഗ്രാൻഡ് ഹോട്ടൽ ചെന്നൈ. എന്നാ വലിപ്പമുള്ള ഹോട്ടൽ അല്ലേ. നമ്മളത് കുറച്ച് മുമ്പ് അപ്പുറത്ത് ഉണ്ടായിരുന്നു. അവിടുന്ന് കാണുമ്പോ ചെറിയ ഹോട്ടലായിരുന്നു. അടുത്ത് ഒന്ന് കാണുമ്പോ കണ്ടോ എത്രത്തോളം ഇതിന്റെ വലിപ്പം ഉണ്ടെന്ന്. എത്ര റൂം ഉണ്ടാവുമല്ലേ ഇതിനകത്ത്. എത്ര പ്ലെയിൻ കണ്ടു? അവിടെ നിങ്ങൾക്ക് ഒരു ബസ് കിടക്കുന്നുണ്ടോ, ചെന്നൈ സൂപ്പർ കിങ്സിന്റെ ബസ്. ഉള്ളിൽ ഒരെണ്ണം കിടക്കുന്നുണ്ടോ, ഡബിൾ ടക്കർ. അത് അശോക് ഷോറൂം ആട്ടോ കാണുന്നേ. നമ്മളിപ്പോ ഇവിടെ കുറച്ചേരം റെസ്റ്റ് എടുക്കാൻ വേണ്ടി മെട്രോ സ്റ്റേഷന്റെ ഉള്ളിലോട്ട് പോവാ. ഗേറ്റ് വിടില്ല, ഇല്ലൊന്നും അറിയത്തില്ല, പോയി നോക്കട്ടെ. നമ്മളെ മൂഞ്ചി അവിടെ ഇറങ്ങി വരും കേട്ടോ. അവിടെ റെസ്റ്റ് എടുക്കാനുള്ള സൗകര്യമൊന്നും ഇല്ലെന്ന് പറയുന്നത്. നമുക്ക് ഇവിടെ റെസ്റ്റ് എടുക്കാൻ താഴെ ഹോളി നമ്മൾ ഇരുന്നാണ്. അവിടെ നമ്മളെ ഇറക്കി വിട്ടു. അപ്പൊ അവിടെ ഇരിക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. കുഴപ്പമില്ല, നമ്മളങ്ങനെ താഴെ വന്നു. ഈ ഒരു ഇതുണ്ടല്ലോ, ഫോണും കാര്യങ്ങളൊക്കെ ഇരിക്കുന്നു. ഇവിടെ കുറച്ചു നേരം റെസ്റ്റ് എടുത്തു. അവിടെ ചെറിയൊരു ചാർജ് കുത്താനുള്ള ഒരു പ്ലഗ് ഉണ്ട്. കുറച്ചു നേരം അവിടെ ചാർജ് ഒക്കെ കുത്തിയിട്ടു കേട്ടോ. നമ്മൾ നടന്നു പോകുന്ന ബ്രിഡ്ജ് ഉണ്ട്. ഈ കാണുന്നത് വലിയൊരു ലേക്ക് ആട്ടോ. അതിനകത്ത് മീനൊക്കെ ഉണ്ട് കേട്ടോ. ഇതുണ്ടോ, നല്ല രസമുള്ള വെള്ളമൊന്നും അല്ല, ചീത്ത വെള്ളമാണ്. മൊത്തം വേസ്റ്റും കാര്യങ്ങളൊക്കെ കിടപ്പുണ്ട് കേട്ടോ. നമ്മൾ നടന്നു പോകുന്ന ഭാഗം എന്ന് വെച്ചാല് റോഡിന്റെ സൈഡിലുള്ള ഭാഗമാണ്. മുകളിൽ കൂടെ മെട്രോ പോകുന്നുണ്ടോ. അവിടെ അതൊരു ചേരിയാ കേട്ടോ. അതുണ്ടോ, ഇഷ്ടം പോലെ വീടുണ്ട്. അവിടെ പള്ളി കാണുന്നുണ്ടോ. അടുത്തടുത്ത് കുറെ ബിൽഡിങ്ങുകളും ഉണ്ട് കേട്ടോ. പഴയ ബിൽഡിങ്. ഇപ്പുറത്തോട്ട് നോക്കി കഴിഞ്ഞാല് പുതിയ ബിൽഡിങ്. ഒരു വെറൈറ്റി ഒരു കാഴ്ച അല്ലേ. ഒരു നമ്മൾ പറയില്ലേ ഇന്ത്യ പാകിസ്ഥാൻ എന്ന് പറയില്ലേ, ആ ഒരു മോഡല്. ഇവിടെ ചേരി, അവിടെ ഫ്ലാറ്റ്, ഇവിടെ മെട്രോ. ഇതുപോലെ മനസ്സിലായോ? അതായത് ഒന്നുമില്ലാത്ത ജനങ്ങളും ഇതുപോലെ താമസിക്കുന്നുണ്ട്. എല്ലാം ഉള്ള ജനങ്ങളും ഇതിനകത്ത് താമസിക്കുന്നുണ്ട്. ഈ ഒരു ഭാഗത്ത് സൈഡില് കിടക്കുന്നത് മുഴുവനും വേസ്റ്റ് ആട്ടോ. വെള്ളം കണ്ടോ, വെള്ളത്തിന്റെ കളർ കണ്ടോ,
ഭയങ്കര സ്മെല്ല് വരെ ഇങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ. ഈ വീടുകളൊക്കെ കണ്ടോ, ഭയങ്കര ഷോ ആയിട്ടുള്ള വീടും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ടോ. ഇത് മുഴുവൻ ഒരു ചേരിയാ കേട്ടോ. ഇവിടെ ചെറിയ ചെറിയ വീടുകൾ, അവിടെ വലിയ വലിയ ബിൽഡിങ്ങൾ, തൊട്ടടുത്തൊരു പള്ളിയൊക്കെ ഉണ്ട്. ഭയങ്കര കഷ്ടകാലം പിടിച്ചതാട്ടോ. ഇത് താഴെയൊക്കെ കണ്ടോ, മുഴുവനും വേസ്റ്റ് അത് ഇതൊക്കെ കിടക്കുന്നുണ്ട് കേട്ടോ. ഭയങ്കര കഷ്ടമുള്ളൊരു കാഴ്ച. അവരുടെ വീടിന്റെ മേൽക്കൂരയാണ് ഈ കാണുന്നത്. കുണിയെ കാര്യങ്ങള് അത് ഇത് ഒക്കെ മോളി കിടപ്പുണ്ട് കേട്ടോ. തമിഴ് സിനിമ കാണുമ്പോ അങ്ങനത്തെ ഒരു ഭാഗങ്ങൾ കാണിക്കുമ്പോ ഞാൻ കഴിക്കും. അതായത് എങ്ങനെയാ വെച്ചാല് ഈ വില്ലന്മാർ ഒരു സ്ഥലം കാണിച്ചു തരുമല്ലോ, അന്നേരം അവര് പോലീസുകാർ ഓടുന്ന ഭാഗമൊക്കെ കാണില്ലേ. ഇതൊക്കെ ഈ കാണുന്നത് ബാത്റൂം ആട്ടോ. ബാത്റൂമിന്റെ കോലം കണ്ടോ. അവിടെ ആരെങ്കിലും ഇപ്പൊ കുളിക്കുക എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇവിടെ നോക്കി കഴിഞ്ഞാൽ ഡയറക്റ്റ് കാണാം. ആ ഒരു സിറ്റുവേഷൻ ആണ് അവിടെ. മൊത്തം ഇത് ചേരിയാട്ടോ. ഇവിടെ കൊടിയൊക്കെ ഉണ്ട്. ചെറിയൊരു അമ്പലത്തിന്റെ ഒരു ഭാഗമാണെന്ന് തോന്നുന്നു. അമ്പലം കേട്ടോ. വലിയൊരു ആൽമരം. അമ്പലത്തിന് എപ്പോഴും ഐശ്വര്യ ആൽമരമാണ് അല്ലെ. எடுத்து சொன்னாலும் அவங்க அது சரிவர கண்டு கொள்ளது. புரியுதுங்களா? இதுக்காக நாங்க தொடர்ந்து பல கட்டத்திலும் போராடிக்கிட்டு இருக்கோம். அதுதான் நீ ஒரு இளைஞரா இருக்கிறனால, ஒரு படிச்ச பிள்ளையா இருக்கிறனால கேரளாவுல ஒரு விழிப்புணர்வுல பகுதி சேர்ந்தவங்க உங்கள்கிட்ட எடுத்து சொல்றோம். நீங்க எடுக்கக்கூடிய அந்த விழிப்புணர்வு இப்ப நீங்க போய் விஜய் பார்க்க போறீங்கல்ல, உங்களுக்கு எல்லாம் கோடிக்கணக்கான ரசிகர்கள் சிறு பிள்ளைகள் இருக்கிறாங்க. விஜய்க்கு சினிமாவில பார்த்த அந்த சிறு பிள்ளைகள சிகரெட் நீங்க அடிச்ச காட்சிகள், ட்ரிங்க்ஸ் பண்ண காட்சிகள், அதனால இன்னைக்கு தலைமுறையில ரொம்ப சீரழிஞ்சிருக்கு. அந்த பிள்ளைகளுக்கு நீங்க ஒரு நல்ல ஒரு ஒழுக்கத்தை எடுத்து சொல்லுங்க அப்படின்னு நீங்க பாத்தீங்கன்னா அவருக்கு சொல்லுங்க. சரிங்களா? சொல்லுங்க. ஏன்னா கேரளாவில் ஒருத்தர் நடந்து வரீங்கல்ல, நாங்க தமிழ்நாட்டுல போதைகளை ஒழிக்கிறதுக்காக இது போன்ற நடிகர்களால சீரியல் இது பாத்தீங்களா, அதை மக்கள்கிட்ட எடுத்துரைக்கிற பணியை செஞ்சுட்டு இருக்கிறோம். நீங்க நடந்து வரும்போது நாங்க சொல்லக்கூடிய இந்த நல்ல விஷயத்தை இது போன்ற நபர்கள்கிட்ட எடுத்து சொல்லுங்க. அதுதான் எல்லா மக்களுக்கும் கிடைக்கணும். அதுதான் தலைமுறைகளுக்கு எல்லா இடத்துலயுமே மாறணும். அதுதான் நல்ல தலைமுறைகளுக்கு நம்ம உருவாக்க முடியும். சரிங்களா? அந்த மாதிரி நீங்க உங்களுடைய நடைபயணமாக நீங்க பார்க்கக்கூடிய இவற்றை எடுத்து சொல்லுங்க. இது தமிழ்நாட்டு மக்களின் சார்பாக, தமிழ்நாட்டுடைய வரும் தலைமுறைகளின் சார்பாக நான் உங்களுக்கு வலியுறுத்தேன். சரிங்களா? அது ரொம்ப கரெக்டான பாயிண்ட். கண்டிப்பா நான் சொன்னேன் பாத்தீங்களா, நான் சொன்னேன் பாத்தீங்களா, உங்களுக்கு நல்ல கண்ணை யாரு அப்படின்னு சொன்னா தெரியல, கக்கன் யாருன்னு சொன்னா தெரியல, தோழர் ஜீவானந்தம் ஐயா யாருன்னு சொன்னா தெரியல. இது போல மக்கள் நலன் சார்ந்து பாடுபட்டவர்களை இவங்களுக்கு தெரியாத மாதிரி இந்த தலைமுறைகளுக்கு தெரியல. அப்ப இது யாருடைய தவறு? നമ്മുടെ വ്ലോഗ് കാണാണ് ടിവിയില്. രാത്രിത്തെ ഫുഡൊക്കെ കഴിച്ചു. ഈ ഫാമിലിനെ കുറച്ച് ദിവസം മുമ്പ് കണ്ടോ കേട്ടോ. അപ്പൊ അന്ന് നമുക്ക് അവരുടെ ചായ പോലും കുടിക്കാൻ പറ്റിയില്ല. നമ്മൾ ഇന്ന് അവരുടെ ഭക്ഷണമൊക്കെ കഴിച്ച് അവരുടെ വീട്ടിലാട്ടോ ഉള്ളത്. ഉറങ്ങാൻ പോവാണ്. ടയർഡും ഉണ്ട്, നല്ല രീതിയിലുള്ള വർക്കും ഉണ്ട്. ഇത് നാളെ രാവിലെ 3 മണി 4 മണി ആ പുലർച്ചെ ആ സമയത്ത് നമ്മൾ ഇവിടുന്ന് നടന്നു തുടങ്ങും കേട്ടോ. ചെന്നൈയുടെ ഒരു വ്യൂ ഒക്കെ കണ്ടിട്ടുള്ള ഒരു യാത്രയായിരിക്കും നാളത്തെ. എല്ലാവരും കൂടെ പോയാൽ നമ്മള് അണ്ണന്റെ തൊട്ടടുത്ത് എത്തിയിട്ടുണ്ട്. ഇത് ഏകദേശം ഒരു 10 കിലോമീറ്റർ അടുത്തേ ഉള്ളൂ നമുക്ക് സെക്രട്ടേറിയറ്റിലേക്ക്. ഇന്നത്തെ വ്ലോഗും കാര്യങ്ങളും ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നുണ്ട്. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ഓരോ ദിവസത്തെ കാര്യങ്ങളോ. എല്ലാവർക്കും ഗുഡ് നൈറ്റ്. ഓള് കിടന്നുറങ്ങിട്ടോ.